നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ 4-ൽ ഭീഷണി നേരിടുന്നതായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതിനെ ചെറുക്കുന്നതിനും ഭീഷണിപ്പെടുത്തൽ, ദുരുപയോഗം എന്നിവ സംബന്ധിച്ച കേസുകൾ നിരീക്ഷിക്കാനും പ്രതികരിക്കാനും പ്രത്യേക ശിശു സംരക്ഷണ യൂണിറ്റ് രൂപവൽക്കരിച്ച് സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കാനൊരുങ്ങുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം. മാതാപിതാക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ ഉള്ള ഭീഷണി സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിക്കുന്നതിനും സ്ഥിതിഗതികൾ വിലയിരുത്തി കുട്ടികളെ സംരക്ഷിക്കുന്നതിനും പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്നതിനും രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികളെ ഒരു ഹോട്ട്ലൈൻ വഴി ബന്ധിപ്പിക്കാനും മന്ത്രാലയം ലക്ഷ്യമിടുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിലെ മോശം പെരുമാറ്റത്തെ തടയാനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഈ യൂണിറ്റ്. കഴിഞ്ഞ വർഷം ഇതിനായി വാർഷിക ദേശീയ ഭീഷണി തടയൽ വാരം സംഘടിപ്പിച്ചിരുന്നു. ഈ സമയത്ത് ഭീഷണിപ്പെടുത്തലിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പരിശീലിപ്പിക്കുകയും അവബോധം വളർത്തുന്നതിനായി പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ഒരു കൂട്ടം ശിശു സംരക്ഷണ ഓഫീസർമാരാണ് ഈ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി ആവശ്യമായ സംരക്ഷണ നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഒരുപോലെ വാക്കാലുള്ളതും ശാരീരികവുമായ ഭീഷണിപ്പെടുത്തൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ തരത്തിലും ഭീഷണിപ്പെടുത്തലും അത് സാമൂഹികമായാലും ഓൺലൈൻ ആയാലും കുട്ടികളുടെ ക്ഷേമത്തെ വളരെ പ്രതികൂലമായാണ് ബാധിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം ആക്ടിവിസ്റ്റ് സെക്ടർ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അംന അൽ ഷംസി പറയുകയുണ്ടായി. എന്നാൽ അന്താരാഷ്ട്ര ശരാശരിയേക്കാൾ യുഎഇയിൽ ഭീഷണിപ്പെടുത്തൽ കുറവാണെന്നും അംന അൽ ഷംസി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാതാപിതാക്കളിൽ അവബോധം വളർത്തുന്നതിനും കുട്ടികൾക്കിടയിൽ ഭീഷണിയുടെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ അവരെ പഠിപ്പിക്കുന്നതിനും മന്ത്രാലയം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂളുകളിൽ കൗൺസിലർമാരെയും സ്റ്റാഫുകളെയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു മന്ത്രാലയങ്ങളിലെ പ്രോഗ്രാമുകളിൽ സ്പോർട് ഗ്രൂപ്പുകൾ രൂപവൽക്കരിക്കുകയും കുട്ടികൾക്കായ വ്യക്തിഗത കൗൺസിലിംഗ് സെഷനുകൾ ഏർപ്പെടുത്തുകയുമാണ് ഇനിയുള്ള പദ്ധതികൾ. ഗ്രൂപ്പ് സെഷനുകളിൽ സ്കൂളിലെ വെല്ലുവിളികൾ ചർച്ച ചെയ്യാനും ഭീഷണിപ്പെടുത്തലിന് സാക്ഷ്യം വഹിക്കുകയോ അല്ലെങ്കിൽ അതിന് വിധേയരാകുകയോ ചെയ്താൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാനും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി എമിറേറ്റ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷനുമായി ചേർന്ന് സർവേ നടത്താനൊരുങ്ങുകയാണ് ആക്ടിവിറ്റി സെക്ടർ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.